അത് ഞാൻ തമ്മിൽ എന്താ കണക്ട് ചെയ്തിരിക്കണു? അത് അവരുടെ വീട്ടിലെ പേഴ്സണലാണ്. അവര് ക്രിസ്ത്യാനാണ്, അവര് ഹിന്ദു പെൺകുട്ടിയുടെ വരും. ഈ വീഡിയോന്റെ മുന്നിൽ തന്നെ വന്ന് എനിക്ക് പറയേണ്ട അവസ്ഥ നമുക്ക് രണ്ടാക്കും ചിലപ്പോ വരും, ചിലപ്പോ വരുത്തും. കഷ്ടപ്പാട് തന്നെയാണ്. നാട്ടിലുണ്ട് കഷ്ടപ്പാട്, പുറത്തുണ്ട്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്, വീക്കെൻഡാണ്, എല്ലാവരും ആഘോഷിക്കുകയായിരിക്കും. എനിക്ക് വർക്കുണ്ട്, ഞാൻ ജോലിക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ താഴെ വന്ന 2 കമൻറ്റുകൾക്ക് എനിക്ക് റിപ്ലൈ കൊടുക്കണം. ആദ്യത്തെ ഒരു കമൻറ്റ്, ചേച്ചി ഭയങ്കര ലാഗാണ്, വലിച്ചു നീട്ടുന്നുണ്ട്, അതൊന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. അതിന് എനിക്ക് പറയാനുള്ളത്, എടാ ഒരിക്കലും ഒരു വീഡിയോ വലിച്ചു നീട്ടണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്നതല്ല. എന്നെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുമ്പം ഞാൻ അതിൽ പറയുന്ന കാര്യം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നന്നായി മനസ്സിലാവണം. കാരണം ചില ആൾക്കാർ, ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ, ഞാൻ റീസെൻ്റ്ലി ബ്ലഷ് വിത്ത് ആഷിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീഡിയോൻ്റെ താഴെ ബ്ലഷ് വിത്ത് ആഷ് വന്നിട്ട് കമൻറ്റ് ഇട്ടു. ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കമൻറ്റിൽ ആൾ പറഞ്ഞ, എടാ ഇതൊക്കെ പറയണമായിരുന്നു, ഞാൻ ഇതൊന്നും പറയാത്തത് എൻ്റെ വീഡിയോ ലാഗ് ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ്, എനിക്ക് എന്ന് വെച്ചാൽ നീണ്ടു പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ്. എടാ അങ്ങനെയല്ലടാ, നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിൻ്റെ 2 വശവും നല്ല വൃത്തിയിൽ സംസാരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എന്തുകൊണ്ട് അമി അൺഫിൽറ്റേഡ് ഇത് പറഞ്ഞില്ല, എന്തുകൊണ്ട് അമി അൺഫിൽറ്റേഡ് ഈ വിഷയത്തിൽ ഇത്രയേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് വിശദീകരിച്ച് പറയുന്നത് കൊണ്ടാണ് ചെറിയ ലാഗ് വരുന്നത്. നിങ്ങളെല്ലാവരും 2x സ്പീഡിലിട്ട് കേൾക്കാൻ ശ്രമിക്കുക, അപ്പോൾ കുറച്ചും കൂടെ ലാഗ് കുറയും. ഇനി അങ്ങോട്ടുള്ള എൻ്റെ വീഡിയോയിൽ മാക്സിമം ഞാൻ കുറയ്ക്കാം. രണ്ടാമത്തെ ഒരു കാര്യമാണ് കൈയിൻ്റെ ആക്ഷൻ. അതെനിക്ക് പണ്ടോട്ടേ വരുന്നൊരു കമൻറ്റാണ്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, ഇത് ഞാൻ മനഃപൂർവ്വം ആർട്ടിഫിഷ്യലി ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല, ഞാൻ സംസാരിക്കുന്ന സമയത്ത് വരുന്നതാണ്. ഇവൺ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, ഞാൻ ക്ലാസ് എടുക്കുന്ന കുറേ വീഡിയോസിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ കണ്ടാൽ അറിയാം എനിക്ക് കൈയിൻ്റെ ആക്ഷൻ ഉണ്ട്. അപ്പോൾ അത് വളരെ ഈസി അല്ല, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു കൺട്രോൾ. മൂന്നാമത്തെ ഒരു കമൻറ്റ് അബൌട്ട് അഹാനേൻ്റെ വീഡിയോയിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മൂമ്മയും അപ്പൂപ്പനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹപ്രകടനം കാട്ടുന്ന വീഡിയോ അല്ലേ നിങ്ങൾ ഇട്ടേന്ന്. എടാ വീഡിയോ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ക്ലിയർ ആയിട്ട് വേണം. അപ്പൂപ്പൻ ഇപ്പം അല്ല, അമ്മൂമ്മ ഏജ് ആയിട്ടുള്ള ഒരാളാണ്. അതിൽ വളരെ വൃത്തിയിൽ ചെരുപ്പ് കൊണ്ട് എങ്ങാനും എടുത്ത് അടിക്കുന്നൊരു വീഡിയോ ആണ് ആ സംഭവം. അപ്പം അതൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങളത് പറഞ്ഞു ട്രിഗർ ചെയ്തു എന്ന് കരുതി ഒരിക്കലും ഞാൻ എൻ്റെ ചാനലിൽ കൂടെ അത് എക്സ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ 3 കമൻറ്റ് റിപ്ലൈ കൊടുത്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഫ്രം ദ ഇൻട്രോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അബൌട്ട് ഉപ്പും മുളക് ലൈക്ക് ഫാമിലി. കുറേ കാലമായി ഞാൻ ഇവരുടെ ഫാമിലി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കോൺട്രവേഴ്സി കണ്ടിട്ട്, അപ്പോൾ ഇതിങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ഇട്ടിട്ട് വന്ന സമയത്താണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എനിക്ക് സംസാരിക്കണം തോന്നി ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ടോപ്പിക് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഉപ്പും മുളക് ലൈറ്റ് ഫാമിലിയിൽ അത്യാവശ്യം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം എന്ന് എനിക്കറിയാം. കാരണം സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സീൻ്റെ പുറത്ത് കോൺട്രവേഴ്സികൾ ഇങ്ങനെ ഒരുപാട് വന്നിട്ടുള്ളൊരു ഫാമിലിയാണ്. ഒരു ഫാദർ മദർ, ഇവർക്ക് ടോട്ടൽ 4 മക്കളാണുള്ളത്. അതിൽ മൂത്തത് പൊന്നു, രണ്ടാമത്തത് കുഞ്ഞൻ, പിന്നെ 2 കുഞ്ഞു വാവയെ, കുണിക്കും കുണുക്കനും. 2ഉം ചെറിയ വാവകളാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ കോൺട്രവേഴ്സി തുടങ്ങുകയാണ്. വലിയവർക്ക് ചെറിയ വാവാസ് എന്ന് വെച്ചാൽ ആൻറ്റിമാർ ഇച്ചിരി ഏജ് ഉള്ളവരാണ്, അവർക്ക് കുഞ്ഞു ബേബീസ് വരുമ്പോഴുള്ള ഇത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ചില വീഡിയോയിൽ പറയുന്ന പൊന്നൂന് വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻസ് എഡ്യൂക്കേഷനേക്കാളും എന്നൊക്കെ കുറേ സാധനങ്ങൾ അവരുടെ വായിൽ നിന്ന് അറിയേണ്ട സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. അത് കോൺട്രവേഴ്സി ആവുന്നു. അതിനുശേഷം മൂത്ത മോളുടെ കല്യാണം ഉറപ്പിക്കുന്നു. കല്യാണം ഉറപ്പിച്ച ചെക്കൻ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വേറൊരുത്തൻ്റെ കൂടെ പോകുന്നു. അത് കഴിഞ്ഞ് അമ്മ വന്ന് മോക്ക് എഗെയിൻസ്റ്റ് വീഡിയോ ഇടുന്നു, മോള് വന്ന് അമ്മയ്ക്ക് എഗെയിൻസ്റ്റ് വീഡിയോ ഇടുന്നു. അങ്ങനെ വലിയൊരു സോഷ്യൽ മീഡിയ. പിന്നെ അതിന് ശേഷം 2 പേരും ഒക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു സിസ്റ്ററിൻ്റെ കല്യാണം ഇതുപോലെ ഒരു 18-19 ഒക്കെ ആകുമ്പോഴേക്ക് ഉറപ്പിക്കുന്നു. ഈ ഉറപ്പിച്ച ചെക്കൻ്റെ കൂടെ തന്നെ വീട്ടുകാരെ കൺസെൻറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കുട്ടി ഒളിച്ചോടുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എഗെയിൻസ്റ്റ് കുത്തി വീഡിയോ ഇടുന്നു. പിന്നെ അവരും അങ്ങ് സെറ്റാവുന്നു. അങ്ങനെ പിന്നെ 2 ബേബീസായി ബന്ധപ്പെട്ട് അങ്ങനെ കോൺട്രവേഴ്സി കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇവരുടെ ലൈഫ് സെറ്റിലായി പോകുന്നു. ലൈക്ക് മൂത്ത മോളും ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് സെറ്റിൽഡാണ്. രണ്ടാമത്തെ മോളും യൂട്യൂബ് റിലേറ്റഡ് കാര്യങ്ങളായിട്ട് സെറ്റിൽഡാണ്. ഇവരും ഇപ്പോൾ റീസെൻ്റ്ലി അവരൊരു ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സാരീൻ്റെ ക്ലോത്തിങ് ഷോപ്പാണ്. അപ്പോൾ അവരുടെ ലൈഫായി സെറ്റിലായി പോകുന്നു. ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പം എപ്പോഴും ഒരു ലൈഫ് ഫാമിലി ഇങ്ങനെ പോവുകയാണെങ്കിൽ അവിടെ കോൺട്രവേഴ്സി വരുമല്ലോ. അപ്പോൾ ഈ രണ്ടാമത്തെ മോളുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയായിട്ട് ഇവർക്ക് വീട്ടുകാർക്ക് ഓഫ്കോഴ്സ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെന്താ പ്രശ്നം എന്നൊന്നും അവർ സോഷ്യൽ മീഡിയയിൽ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഇവരുടെ ഉറപ്പിച്ച് വെച്ച കല്യാണം പിന്നെ വേണ്ടാന്ന് വെക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ എത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി മോൾ ഇറങ്ങിപ്പോയി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ രണ്ടാമത്തെ മോളും ഹസ്ബൻഡും അവരുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ലൈഫായിരുന്നു. എന്ന് വെച്ചാൽ അടിപൊളി ലൈഫ്. അവരുടെ വീഡിയോസ് കാണിക്കുന്നു, കുക്കിംഗ് വ്ളോഗ് കാണിക്കുന്നു, അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എന്തൊക്കെയോ കൊടുത്ത ഗിഫ്റ്റ്, അങ്ങനെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ കാണിച്ച് ഇങ്ങനെ പൊലിപ്പിച്ച് പോവാം.
ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഈ ഫ്രെയിമിലൊന്നും രണ്ടാമത്തെ മോളുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനെയും അമ്മേനെയും ഒന്നും കാണുന്നില്ല. അവർ ഗൾഫിൽ പോയതാണ്. അവരൊരു യൂട്യൂബ് ചാനൽ എങ്ങാനും തുടങ്ങിയിട്ട് അവർ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടു. ആ വീഡിയോയിൽ അവർ കുറേ കാര്യങ്ങൾ പറയുന്നു. ആ പറയുന്ന സാധനങ്ങളോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുള്ള ഒരു സാധനങ്ങൾ അപ്പുറത്തെ സൈഡിൽ ഇവർ പറയുന്നു. അപ്പം രണ്ടുപേരുടെയും പറച്ചിലിൽ കൂടിയും കാണാത്തതിൽ കൂടിയും ജനങ്ങൾ മനസ്സിലാക്കി, ഓ ഗോഡ്, എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? ഉപ്പും മുളകിലായിട്ടില്ല, അമ്മയും അച്ഛനും വന്നതോടുകൂടി കുഞ്ഞൻ്റെ ഫാമിലി തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ വിഷയം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അച്ഛനും അമ്മയും എന്താണ് പറഞ്ഞത്, അതിന് റിപ്ലൈ ആയിട്ട് കുഞ്ഞിനും ഹസ്ബൻഡും എന്താണ് കൊടുത്തത്, ആൻഡ് ഉപ്പും മുളകിലായിട്ട് ഫാമിലിക്ക് വിഷയത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്. ഇതൊരു മോട്ടിവേറ്റിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക, ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റും ഒന്നുമല്ല. ദിസ് ഈസ് ടു ഓൾ ദ വ്ളോഗേഴ്സ് ഹു സപ്പോർട്ട് ദം, ഫാമിലി വ്ളോഗേഴ്സിനും. പിന്നെ ഫാമിലി വ്ളോഗേഴ്സിനുള്ളൊരു പാടാണ്, ലൈഫ് ഇങ്ങനെ എക്സ്പോസ്ഡ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. അതിൻ്റെ അതേ കൂട്ടത്തിൽ തന്നെ എന്താണ് ഇവരെ ഫാമിലിയെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. ചിലപ്പോൾ കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ചേച്ചീൻ്റെ തൊണ്ടയ്ക്ക് എന്ത് പറ്റിയെന്നൊന്നുമില്ലടാ, ജലദോഷമാണ്, കാരണം നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലീവ് ദിവസമാണല്ലോ, അപ്പൊ ചൂടില്ലേ മേത്തുന്നങ്ങട് ആവി പറക്കാണ് ഇവിടെ. അല്ലല്ല ഗൾഫൊന്നുമല്ല. അപ്പൊ ഞാൻ കിച്ചുവിന്റെ കാര്യം ആലോചിക്കണേ. ഞാൻ കിച്ചുവിന് സൈറ്റിലാണ് നിക്കണ്ടേ. അപ്പൊ അവന്റെ കാര്യം ഞാൻ ആലോചിച്ച് വിഷമിച്ച്. സംഗതി അവന് ജോലി ചെയ്തില്ലെങ്കിലും പണിക്കാരൊപ്പം നിക്കണ്ടേ. സേഫ്റ്റി ഓഫീസർ അല്ലേ. അപ്പൊ സേഫ്റ്റി ഓഫീസർമാർക്ക് എന്തായാലും അവരെ നോക്കി നിക്കണമല്ലോ. അവൻ പറയും, അമ്മേ ഭയങ്കര വെയിലാണെന്ന് പറയും. എന്ത് ചെയ്യണം അല്ലേ, കഷ്ടപ്പെടാണ്ട് ജീവിക്കാൻ പറ്റില്ല. കഷ്ടപ്പെടാണ്ടോ ജീവിക്കാൻ പറ്റില്ല. കഷ്ടപ്പെടാണ്ട് ജീവിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? മാത്രമല്ല നമ്മളുടെ മക്കൾ മാത്രമല്ല, ഗൾഫിലായാലും മറ്റു അന്യരാജ്യത്തായാലും ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ വന്നിട്ട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. എന്തെല്ലാം ജോലി ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റില്ല. എവിടെയായാലും ജോലി ചെയ്യണം, നാട്ടിലായാലും ശരി പുറത്തായാലും ശരി, എവിടെ ആയാലും ജോലി ചെയ്ത് ജീവിക്കണം. അമേരിക്ക ഇവിടെ നിൽക്കുമ്പോ ഇവിടെയാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. അതങ്ങനെയാണ്. സക്സസ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പൊ എന്താ അവരെ സംബന്ധിച്ച് ഇപ്പൊ ഒന്നും നോക്കാനുണ്ട്. വല്ല പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുക്കാനോ കീറി കിടക്കാൻ വീടില്ലായ്മ അതൊന്നുമില്ലല്ലോ. ശരിയാണ്. അങ്ങനൊക്കെ എന്തോരം പിള്ളേരുണ്ട്, പോയിട്ട് വീടുണ്ടാക്കി വരും, പറമ്പെടുത്ത് വരും അല്ലേ. അതല്ലേ പിള്ളേരില്ലേ. ഇപ്പൊ നമ്മളെ മക്കൾക്ക് അതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. അത് ഒന്നുമില്ലാണ്ട് വന്ന് കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട്, പിന്നെ ചിലപ്പോ സഹോദരി പെങ്ങന്മാരെ കല്യാണം കഴിക്കണം, അച്ഛന്മാര് പണിക്ക് പോകാത്തവരുണ്ടാവും. പിന്നെ വെച്ച് നോക്കുമ്പോ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാര് ഈ അങ്ങനത്തെ കുട്ടികൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതാണ് അച്ഛനും അമ്മയും അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ. കുഞ്ഞൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ ഫാമിലി നോക്കുകയാണെങ്കിൽ അച്ഛൻ, അമ്മ, ഒരു അനിയനാണുള്ളത്. അവർ അത്യാവശ്യം സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഈവൻ കുഞ്ഞൻ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുള്ള വീഡിയോയിൽ കൂടെ അവരുടെ വീടാണെങ്കിലും അല്ലെ അവരുടെ ഒരു ഏകദേശം ഒരു ലൈഫിലെ രീതിയൊക്കെ കണ്ടാൽ അത്യാവശ്യം സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലോട്ട് അകപ്പെട്ടൊരു സിറ്റുവേഷൻ ഒന്നും കുഞ്ഞനിൽ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇവരുടെ വീഡിയോയിൽ ഇവർ കൺവേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഇവരാരെയോ കുത്തുന്നുണ്ട്. ആ വീഡിയോ കണ്ടറിയാം. കാരണം ഇവരിങ്ങനെ ആലോചിച്ച് എണ്ണിപ്പെറുക്കി പറഞ്ഞാൽ പ്രശ്നമാവുമോ, പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവില്ലേ എന്നൊക്കെ മനസ്സിൽ കൂടെ ഇങ്ങനെ ചിന്തിച്ച് കറക്കിയൊക്കെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരൊക്കെയോ കേൾക്കാൻ വേണ്ടി ആരൊക്കെയോ കുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവർക്ക് 2 മോനുള്ള രണ്ടാമത്തെ മോൻ കിച്ചുവിനെ കുറിച്ചാണ് പറയുന്നത്. കിച്ചു എന്തോ സേഫ്റ്റി ഓഫീസറാണ്. അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ കൺസ്ട്രക്ഷൻ വർക്ക് ആയിരിക്കും മേ ബി. അവരുടെ കൂടെ ഇങ്ങനെ കുറേ നേരം നിൽക്കേണ്ടി വരും. അപ്പോൾ അവൻ എന്ത് ചൂട് സഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ ഒരു കോൺവെർസേഷൻ ബിഗിൻ ചെയ്തത്. ഇതിൻ്റെ ഒരു എൻഡിലോട്ട് വരുമ്പോൾ ഇവർ പറയുന്നത്, ബാക്കിയുള്ള മക്കളെ പോലെ എൻ്റെ മക്കൾക്ക് വലിയ പാടൊന്നുമില്ല, കാരണം അവർക്ക് താമസിക്കാൻ ഒരു വീടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു കാറുണ്ട്, വേറെ എന്ത് ബുദ്ധിമുട്ടാണ് അവർക്കുള്ളത്. കുറേ മക്കളൊക്കെ ജോലി ചെയ്ത് അധ്വാനിച്ച് പറമ്പ് വാങ്ങി വീട് ഉണ്ടാക്കുന്നൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട്.
അതൊന്നും എൻ്റെ മക്കൾക്കില്ല. എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ 2 മക്കൾക്കും നല്ല രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യം അവരൊരുക്കിയിട്ടുണ്ട് എന്നും അത്രത്തോളം അവരെ 2 പേരെയും ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സാധനമാണ് ഇവർ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് 2 രീതിയിൽ കാണാം. ഒന്ന്, ചില ആൾക്കാർ ഈ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുള്ള ചില ആൾക്കാർ ഈ വിഷയത്തെ സംസാരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം പണിയൊന്നും ചെയ്യാണ്ട് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ എന്ന് വെച്ചാൽ ഇപ്പം നല്ല രീതിയിൽ ജോലിയും പണിയൊന്നും ചെയ്യാണ്ട് നീ വെറുതെ ഇങ്ങനെ നടക്കുകയാണല്ലോ എന്ന രീതിയിൽ ചില ആൾക്കാർ ഇനുണ്ട്. എനിക്കിതിൽ പറയാനുള്ളത് അവരുദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ മക്കൾക്ക് ഇത്രയും സാഹചര്യം ഒരുക്കിക്കൊണ്ട് ഇപ്പോഴും അവരുടെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ അധ്വാനിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് അച്ഛൻ്റെയും അമ്മേൻ്റെ കൂടെ നിൽക്കാനോ അച്ഛനും അമ്മയ്ക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒന്നും ഇവരെന്ന് വെച്ചാൽ മൂത്ത മകൻ വില്ലിങ് അല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കാരണം ഇത്രയും നല്ല സാഹചര്യം അവൻ ഒരുക്കി കൊടുത്തിട്ടും അവൻ പല കുറ്റങ്ങളും പല രീതിയിലും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിച്ചത് എനിക്ക് പേഴ്സണലി ഇതിൽ കൂടെ മനസ്സിലായത് ഇവർ 2 പേരും നല്ല ടേംസിലല്ല. ആ ടേംസിലല്ലാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. ചിലപ്പം ഈ പെർട്ടിക്കുലർ കുഞ്ഞൻ്റെ ഹസ്ബൻഡിന് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് പുള്ളിക്കാരൻ്റെ ഒരു മെയിൻ ജോലി. അതല്ലാണ്ട് എനിക്ക് തോന്നുന്നു പുള്ളി ക്യാമറ, ഫോട്ടോ, വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പം അച്ഛൻ നന്നായി അധ്വാനിക്കുന്നു, ഗൾഫിൽ പോയി, മകൻ നന്നായി അധ്വാനിക്കുന്നു. ചിലപ്പോൾ ഈ പെർട്ടിക്കുലർ വ്യക്തി കല്യാണം കഴിഞ്ഞതിൻ്റെ ഒരു പുതുമോടിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ഭാര്യേൻ്റെ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജോലിക്ക് പോകാത്ത സമയത്തോ ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് 2 പേരും തമ്മിലൊരു ഡിസ്കഷനോ വർത്താനോ ആവാനുള്ള ചാൻസ് ഉണ്ടാവാം. അതിൻ്റെ പേരിലൊക്കെ ആയിരിക്കും അമ്മ ചിലപ്പോൾ നേരെ ഭർത്താവിൻ്റെ അടുത്തോട്ട് പോയതും അവർ ഗൾഫിൽ നിൽക്കുന്നതും. അതിനും ചാൻസ് ഉണ്ട്, ചാൻസ് ഇല്ലാതിരിക്കാം. അപ്പം സാമ്പത്തികമാണ് ഇവിടുത്തെ ഒരു വിഷയം എന്നുള്ളത് ഈ ഒരു കോൺവെർസേഷനിൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇവരുടെ ഇടയിൽ ഒരു വിള്ളൽ വന്നേ എന്നാണ് എനിക്ക് പേഴ്സണലി ഈ കോൺവെർസേഷനിൽ കൂടെ തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കുഞ്ഞിനും ഹസ്ബൻഡും കൊടുക്കുന്നതാണ് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. തോട്ട് അച്ചു തോന്നുന്നു ഹസ്ബൻഡ്. നമുക്കിത് മാത്രല്ല, നമുക്കിന്റെ ഇടയിൽ കൊറേ ബാധ്യതകൾ നമുക്ക് കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ബാധ്യത നമ്മുടെ ഈ പ്രായത്തിൽ ഞങ്ങൾ ഈ പ്രായത്തിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, പേഴ്സണൽ ആയിട്ടാണ് എന്താണ് നിങ്ങൾ എടുത്തത്. നമുക്ക് 1 ലക്ഷം എന്തായാലും വേണം ഒരു മാസം. 1 ലക്ഷത്തിന് മേലെ ഒരുപാട് ബാധ്യത എനിക്കുണ്ട്. അവിടെ അച്ഛൻ വന്ന് പറഞ്ഞ എൻ്റെ മക്കൾക്ക് പ്രത്യേകിച്ച് ഒരു ബാധ്യതയും ഇല്ലാന്ന്. പക്ഷെ മകൻ വന്ന് പറയുന്ന എനിക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പേഴ്സണലി എടുക്കണമെങ്കിൽ പേഴ്സണലി എടുത്തോ എന്ന് വെച്ചാൽ അതിന് മീനിങ് അറിയാലോ. ആൻഡ് ഈ ഒരു പ്രായത്തിനിടയിൽ എൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ കുഞ്ഞിനേക്കാളും പ്രായമുണ്ട്. കുഞ്ഞൻ്റെ പ്രായം എനിക്ക് തോന്നുന്നു 20-22 ഒക്കെ ആവാം, എനിക്കറിയില്ല. ഞാൻ അതിലും പ്രായമുള്ള ഒരാളാണ്. എനിക്ക് ഇത്രമാത്രം ബാധ്യതയൊന്നുമില്ല. ദാറ്റ് ഡസൻറ്റ് മീൻ ഞാൻ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വീട്ടിൽ ജീവിക്കുന്നത് കൊണ്ടല്ല. കാരണം എൻ്റെ ഈ ഒരു പ്രായം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച് മുന്നേറി ജോലി ചെയ്ത് എൻ്റെ ലൈഫ് സെറ്റിലാക്കേണ്ട ഒരു ടൈമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 2022 എന്ന് വെച്ചാൽ എല്ലാവരും ഡിഗ്രി പഠിക്കുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു പോസ്റ്റ് ഗ്രാജുവേഷനും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 18, 19, 20, 22 ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ 22-23 വരെ നമ്മുടെ വിദ്യാഭ്യാസം പോകും. വിദ്യാഭ്യാസം കഴിഞ്ഞ് നമ്മൾ 2 കൊല്ലം ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ വാങ്ങാനും നമ്മുടെ വീട്ടിലോട്ട് വേണ്ടി കുറേ സാധനങ്ങൾ വാങ്ങാനും ഹാപ്പി ആയി നിൽക്കാനും പറ്റുന്നൊരു ടൈമാണ്. ഈ 25-26 ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു മാരേജിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ അടുത്തൊരു സ്റ്റേജ്, അവിടെ ഒരു ബാധ്യത കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മാരേജ് കഴിക്കുന്ന സമയത്താണെങ്കിലും നമ്മളെല്ലാ സാഹചര്യവും സിറ്റുവേഷൻസും ഒക്കെ നോക്കിയിട്ടാണെങ്കിൽ ലൈഫ് വിൽ ഗോ ആസ് സ്മൂത്ത് ആസ് ദ വേ. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ജോബ്, ആളുടെ ജോബ് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി അതിലും വലിയ ഭാരങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ കൊക്കിനൊക്കുന്നതേ കൊത്താവും എന്നുള്ളൊരു സാധനം കൂടെ വരണം. അതൊക്കെ പ്രാക്ടിക്കലി നമുക്ക് വരുന്ന ഒരു മെച്യൂരിറ്റിയാണ്. അപ്പോൾ ഈ പ്രായത്തിൽ വന്ന ബാധ്യതയെ പറ്റി പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നമുക്കൊരു മാസം നീങ്ങിപ്പോണെങ്കിൽ തന്നെ അത് ആ 1 ലക്ഷം എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഷോപ്പ് ഉണ്ട്, റെന്റ് ഉണ്ട്, കല്യാണ ലോണുകളുണ്ട്. കല്യാണം ഫുള്ള് നമ്മൾ ഒറ്റയ്ക്ക് നടത്തിയതാണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുള്ള് ഒറ്റയ്ക്ക് നടത്തിയതാണ്. നമ്മൾ ഗോൾഡ് ഒരാളിൽ നിന്ന് വാങ്ങി ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെതായ ലോണ് നിങ്ങൾ ആലോചിച്ചു. ഞാൻ 23-ാം വയസ്സിൽ എന്റെ ഇവിടെ പോയതാണ്, ഗൾഫിന് പോയതാണ്. 23 വയസ്സോടെ ഞാൻ അധ്വാനിച്ചു തുടങ്ങുന്നതാണ്. ഇപ്പോഴത്തെ ഏത് പിള്ളേരാണ് 22-23 വയസ്സിൽ പോയിട്ട് ഗൾഫിൽ പോയി ഇതാക്കണം? ഉണ്ടാവും, ഇല്ലാന്നല്ല. എന്റെ ആ പ്രായത്തിൽ ഞാൻ കൊറോണ ടൈമിൽ പോയതാ. ഞാൻ ഈ പറഞ്ഞ പോലെ മടി പിടിച്ച് പണിയെടുക്കാണ്ടിരിക്കുന്ന ആളൊന്നുമല്ല. അത്യാവശ്യം നല്ല ഇപ്പോഴും ഞാൻ
ഞാൻ ഏത് ടൈമിലും എപ്പോഴും പറക്കെടുക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഞങ്ങൾ ഒരു മാസം 1.5 ലക്ഷം ഉണ്ടാക്കുക, 1 ലക്ഷം ഒക്കെ ഉണ്ടാക്കണേ ഞങ്ങൾ രണ്ടാളും നന്നായി മുന്നിൽ നിന്നിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാലോ കാശ് ഉണ്ടാക്കണേ നല്ല പണി. ഇനി ഓരോ ഘട്ടം ഇപ്പൊ കൊച്ചു വരാൻ പോലും, ഇനി അടുത്തത് നമുക്കൊരു വീടായിരിക്കും. ഇപ്പൊ ഓരോരോ കാര്യങ്ങൾ, ഈ കാർ അടക്കണതൊക്കെ ഞാനും എന്റെ അധ്വാനത്തിൽ ഉണ്ടാക്കിയ കാറുകളൊക്കെ തന്നെയാണത്. ഞാൻ പകുതി എമൗണ്ടും അച്ഛൻ പകുതി എമൗണ്ടും ഒക്കെ ഇട്ടിട്ടാണ് ഈ കാറും കാര്യങ്ങളൊക്കെ കൊണ്ടുനടന്നിരുന്നത്. എന്റെ പ്രായം ആലോചിക്കണോട്ടോ, ആ ഒരു വയസ്സിൽ. പിന്നെ വീട് കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ചെലവിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ്. നമുക്ക് ഞാനിത് മറ്റുള്ളവരുടെ പറയണ വേറൊന്നുമല്ല. നമ്മളെ ഈ ചില ആൾക്കാർ കമന്റ് ഇടുമ്പോൾ നമുക്കത് ഒരു കമന്റിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഇവർ ഈ റെസ്പോൺസ് തന്നതെങ്കിലും അതിലെവിടേക്കോ ഒരു കുത്തലില്ലേ. ഇനി ആ കുത്തൽ തോന്നിയത് എനിക്ക് മാത്രമാണോ? നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ പറ. ഇവിടെ ആൾ പറഞ്ഞത് 23-ാം വയസ്സ് തൊട്ട് ഞാൻ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സമയത്തെ ഞാൻ ഗൾഫിൽ പോയിട്ടുണ്ട് കൊറോണേൻ്റെ ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അധ്വാനിക്കാൻ മടിയുള്ള ഒരാളല്ല എന്നാണ്. ചിലപ്പം അപ്പുറത്തെ വീഡിയോയിൽ വന്നിട്ട് കിച്ചുവിനെ മാത്രം എടുത്ത് പറഞ്ഞത് കൊണ്ടായിരിക്കും ചിലപ്പോൾ പുള്ളിക്ക് ഇത് തോന്നിയിട്ടുണ്ടാവുക. അപ്പം ജോലി ചെയ്യാൻ മടിയുള്ള ഒരു വ്യക്തിയല്ല ഞാൻ എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. പിന്നെ ബാധ്യതകളുണ്ട്, അത് കാറിൻ്റെ, വീടിൻ്റെ, പിന്നെന്താ കല്യാണം കഴിച്ചതിൻ്റെ, അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. കല്യാണം നിങ്ങളുടെ 2 വീട്ടുകാരും ഓക്കെ ആയതാണ്. പിന്നെ ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായി ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഒരു തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു LKG തൊട്ടിട്ട് എന്നെ ഈ ഡിഗ്രി PG അത് കഴിഞ്ഞിട്ടും കുറേ കോഴ്സുകൾ ലൈക്ക് ഡിപ്ലോമ ബേസ്ഡ് കോഴ്സ് കാര്യങ്ങളൊക്കെ എൻ്റെ ഫാദറും മദറും എല്ലാവരും കൂടെ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഒരു ജോലി ചെയ്യാം. ഈ ജോലി ചെയ്യുന്ന ഈ ഒരു ഫേസിലും എൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ എൻ്റെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു നാണം കെട്ട പരിപാടിയാണെന്ന് ഞാൻ പച്ചയ്ക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്ന് എന്നെ ഇങ്ങനെയൊക്കെ ആക്കി വളർത്തി ഇന്നലയിൽ എത്തിച്ചിട്ടും ഇത് വാങ്ങാൻ ഞാൻ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡാണ്? ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ നോക്കുന്ന ഒരു തെറ്റൊന്നുമല്ല. ഇപ്പോൾ വണ്ടി വാങ്ങുന്നതിന് എന്താ പ്രശ്നം? വണ്ടി ഓടിക്കുന്നത് ഫുള്ള് നിങ്ങൾ തന്നെയാണ്, വേറെ ആരും ആ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നില്ല. അപ്പം നിങ്ങൾ ഓടിക്കാൻ വേണ്ടി വാങ്ങുന്ന വണ്ടീൻ്റെ അടവും കാര്യങ്ങളും നിങ്ങൾ അടയ്ക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു തെറ്റുമില്ല. നിങ്ങൾ കടന്നുറങ്ങുന്ന വീട്ടിൻ്റെ കാര്യങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്ന ഒരു തെറ്റുമല്ല. അതൊരു കണക്ക് പോലെ പറഞ്ഞു. ഞാൻ അതാ പറഞ്ഞത്, സ്റ്റാർട്ടിങ്ങിലേ ഞാൻ പറഞ്ഞു ഇവരുടെ ഇടയിലുള്ള പ്രശ്നം ജോലിക്ക് പോവായികയോ അല്ലെ കുഞ്ഞൻ കയറി വന്നതോ അല്ലെ കുഞ്ഞൻ്റെ വീട്ടുകാരോ ഇതൊന്നുമല്ല. ഇവരുടെ ഇടയിലുള്ള പ്രശ്നം പക്കാ സാമ്പത്തികമാണ്. അതിനിപ്പോൾ എന്തുകൊണ്ട് വന്നു, എന്താണ് സാമ്പത്തികം ഇപ്പോൾ ഒരു വിഷയമായത്? ഒരു എക്സ്ട്രാ കുഞ്ഞൻ വന്നുകൊണ്ടാണോ, അല്ലെ അവൻ ജോലി പ്രോപ്പറായി ചെയ്യാത്തതുകൊണ്ടാണോ, അല്ലെ കുറേ പൈസ കുഞ്ഞന് കൊടുക്കുന്നതുകൊണ്ടാണ്? ഇങ്ങനെ എന്തോ ഒരു സാമ്പത്തിക ഇടപാടാണ് ഇവരുടെ ഇടയിൽ വിഷയം ഉണ്ടായിട്ടുള്ളത്. ആൻഡ് 23 ഏജൊക്കെ ഒരു ചെറിയ പ്രായമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിലും ചെറിയ പ്രായത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ 4 റീൽസ് നിങ്ങൾ നോക്കി നോക്ക്. പപ്പടം വിറ്റുകൊണ്ടും അച്ചാറ് വിറ്റുകൊണ്ടും എത്ര ആൾക്കാരാണ് റോട്ടിൽ നിൽക്കുന്നത്. ബിരിയാണി വിറ്റുകൊണ്ടും ഫ്രൂട്ട്സ് വിറ്റുകൊണ്ടും പയറ് വിറ്റുകൊണ്ടും ഒക്കെ നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ട്. എൻ്റെ വീട്ടിലോട്ട് വരുന്ന വഴി സൈഡ് ഭാഗത്തൊരു കോളനി ഉണ്ട്. അവിടെയുള്ള ചേട്ടന്മാർ എപ്പോഴും പയറിൻ്റെ കെട്ട് 50 രൂപയ്ക്ക് അവർ കൃഷി ചെയ്ത പയറിൻ്റെ കെട്ട് കുഞ്ഞു മക്കളാണ് പിടിച്ചിരിക്കുക, എപ്പോഴും വാങ്ങലുണ്ട്. ലോട്ടറി വെക്കുന്ന എത്ര കുഞ്ഞു മക്കളുണ്ട്. അപ്പം അതൊന്നും ഒരു പ്രായമല്ല. പക്ഷേ ചിലപ്പോൾ ഇയാളെ സംബന്ധിച്ച് അത് വലിയൊരു പ്രായമായിരിക്കും. 23-ാം വയസ്സിൽ അധ്വാനിച്ചു എന്ന് പറയുന്നത്. അപ്പം അതൊക്കെയാണ് ഞാനിവിടെ പറയാനുള്ളത്. ഈ പൈസ മാറ്റേഴ്സ് ഇൻ എല്ലാ ബന്ധങ്ങളിലും. ഈ കടം കൊടുക്കുക, കടം വാങ്ങുക, കൊടുക്കാതിരിക്കുക, ചോദിക്കുക ഒക്കെ വലിയ വിഷയമാണ്. ഇതൊക്കെ മനസ്സിലാക്കണം. എത്ര പെട്ടെന്ന് കയറി കല്യാണം കഴിക്കാം, അല്ലെ ഒരാളെ ഇഷ്ടപ്പെട്ടു വേഗം വീട്ടിൽ സംസാരിക്കുന്നു കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ കല്യാണ പ്രായമായി വേഗം കല്യാണം കഴിക്കാം. അതല്ല. കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറേ ഇമോഷണൽ മെച്യൂരിറ്റി വേണം. അല്ലെങ്കിൽ ഇമോഷണൽ മെച്യൂരിറ്റി വേണം, ഫിനാൻഷ്യൽ മെച്യൂരിറ്റി വേണം, അല്ലെങ്കിൽ സോഷ്യൽ മെച്യൂരിറ്റി വേണം. ഇങ്ങനെ കുറേ ചേഞ്ചസ് ഉണ്ട്. ആ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യാനും ആ സിറ്റുവേഷനായി അഡാപ്റ്റബിളായി പോകാൻ പറ്റുന്ന വ്യക്തികൾ മാത്രം ഓടിച്ചാടി കയറി കല്യാണം കഴിച്ചാൽ മതി. നമ്മുടെ ഒരു മനുഷ്യരുടെ നമ്മൾ ചില പ്രശ്നങ്ങളൊക്കെ ഇമോഷണൽ കാരണം അങ്ങനെയാണത്. ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും ഉണ്ട്. ചിലപ്പോ അതൊക്കെ ലൈഫിൽ പറയേണ്ടി വരും. ഈ വീഡിയോന്റെ മുന്നിൽ തന്നെ വന്ന് എനിക്ക് പറയേണ്ട അവസ്ഥ നമുക്ക് രണ്ടാക്കും ചിലപ്പോ വരും, ചിലപ്പോ വരുത്തും. അത് വരാതിരിക്കട്ടെ. അപ്പൊ നമുക്കത് വരും. അപ്പൊ അത് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ നല്ല രീതിയിൽ പോവാനാണ് ഞങ്ങൾ രണ്ടാൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഐ തോട്ട് കുഞ്ഞനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞൻ പ്രഗ്നൻ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ആണെങ്കിലൊക്കെ, അല്ലെങ്കിൽ ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ വിളമ്പല്ലേ. സത്യമായിട്ട് പറയാം. ഇപ്പം നിങ്ങളുടെ കല്യാണത്തിന് തന്നെ ആലോചിച്ച് നോക്കും. പൊന്നൊരു വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ അമ്മ ഒരു വീഡിയോ ഇട്ടിരുന്നു, അറിയോ? നിങ്ങളുടെ അമ്മയ്ക്കും പൊന്നൂനെ അഗെയിൻസ്റ്റ് വീഡിയോ ഇട്ടിരുന്നു. നാറിയില്ലേ? ദയവ് ചെയ്ത് കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ കുടുംബക്കാരെ വിളിച്ചിരുന്ന് സംസാരിക്കും.
ഇനി അതിലും വലിയ വിഷയമാണെങ്കിൽ നിങ്ങൾ പോലീസ് കേസ് കൊടുക്കുക, ഇല്ലേ കോടതി കേസ് കൊടുക്കുക. സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പല്ലേ. സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പുമ്പോഴുള്ള പ്രശ്നം എന്താ പറയുക, നിങ്ങൾ സ്വയം നാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ ഒരു കോൺട്രവേഴ്സി വന്നു. ആ സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വീഡിയോ ഷെയർ ചെയ്തതിൽ കൂടെ അവർക്കൊരു അക്സെപ്റ്റൻസ് കിട്ടുമെന്നാണ് കരുതിയത്. എൻ്റെ വീഡിയോൻ്റെ താഴെ ഫുള്ള് കമൻറ്റാണ്, സ്വന്തം അമ്മയ്ക്ക് അഗെയിൻസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു സിന്ധു കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്. അതാണ് സോഷ്യൽ മീഡിയേൻ്റെ ഒരു ഗുണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല സോഷ്യൽ മീഡിയയുടെ സൈക്കിൾ പോവുക. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾ പറയില്ല, എന്തൊക്കെയോ പറയാനുണ്ട്, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പറയരുത് നിങ്ങളുടെ ജീവിതാനുഭവം കൊണ്ട്. ആൻഡ് ഈ പെർട്ടിക്കുലർ പെൺകുട്ടി, ഞാൻ പൊതുവേ ഈ പെൺകുട്ടീൻ്റെ പണ്ട് തൊട്ടേ കാണുന്നതുകൊണ്ട് എനിക്കറിയാം, നന്നായി മെല്ലിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്, ഒരു ബേബീനെ കെയറിങ് ആണ്, ഹെൽത്തി ആയിരിക്കുക ഫിസിക്കലി മെൻ്റലി. ഓക്കെ, ഇനി ഇവരുടെ അമ്മ ഒരു Q&Aയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. രണ്ട് മക്കളെയും ഹസ്ബൻഡിന്റെ വീട്ടിൽ സ്വീകരിക്കാത്ത ഒരു വിഷമം തോന്നിയിട്ടില്ലേ? അത് നിങ്ങളുടെ ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടോ? രണ്ട് മക്കളെയും ഭർത്താവിൻ്റെ വീട്ടുകാർ സ്വീകരിക്കാത്തത് എങ്ങനെ ഇവരുടെ പോരായ്മയാവുക? എനിക്കറിയില്ല, അതെനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. ഇവരുടെ പോരായ്മ എന്താണ്? മൂത്ത മോള് ഇഷ്ടമുള്ളവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി, അത് കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരെ മോളെ സ്വീകരിച്ചു, അവർ സ്വീകരിക്കുന്നില്ല, അതെങ്ങനെയാ? രണ്ടാമത്തെ മോൾ എന്ത് ചെയ്തു? കല്യാണം ഉറപ്പിച്ചവരെ കൂടെ തന്നെ പോയി. ഇനി അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് ഈ മോളെയും മോനെയും സ്വീകരിച്ചത് അവരെ വീട്ടുകാർ തന്നെയാണ്. അവർ ഒരുമിച്ചാണ് ഇത്രയും കാലം നിന്നത്. അതിന് ശേഷമാണ് ഇവർ തന്നെ മിണ്ടുന്നത്. ഇവരിങ്ങനെ ഇവരെ പോരായ്മ ഇറ്റ്സ് ആൻ ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. ബട്ട് കേൾക്കാം. ഫുള്ളുണ്ട് കേട്ടോ, വലിയൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു കമന്റ് കണ്ടു, ഗോകുലിന്റെ അമ്മയെ നിങ്ങൾ എന്തോ അനാവശ്യം പറഞ്ഞിട്ടാണ് അവർ നിങ്ങളോട് അടുക്കാത്തതെന്ന് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളെ മക്കൾ എപ്പോഴും നിങ്ങളുടെ കൂടെ വേണമെന്ന്, അതുപോലെ മരുമക്കളുടെ പേരൻസും ആഗ്രഹം കാണില്ലേ? വഴക്കിട്ടിരുന്നാൽ അവർക്ക് പോകാൻ വേറെ സ്ഥലമില്ല. ഇപ്പോൾ പൊന്നുവിൻ്റെ അവസ്ഥ കണ്ടില്ല. ഇത് എനിക്ക് ചോദ്യത്തിനുള്ള ഉത്തരക്ക് തന്നേ പറ്റൂ, തരാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അവരെ വീട്ടിൽ കേട്ടപ്പോൾ മൂത്ത ആളുടെ വീട്ടിൽ കേട്ടാത്തതിൻ്റെ കാരണം അത് അവരുടെ അച്ഛനും അമ്മയ്ക്ക് അവരുടെ പേരൻസിനാണ് കാര്യമാണ്. അത് എനിക്കറിയില്ല. പിന്നെ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതോ അതിങ്ങനെ എൻ്റെ പോരായ്മയാവുക? അത് ഞാൻ തമ്മിൽ എന്താ കണക്ട് ചെയ്തിരിക്കണു? അത് അവരുടെ വീട്ടിലെ പേഴ്സണൽ കാര്യമാണ്. അവർ ക്രിസ്ത്യാനാണ്, അവർ ഹിന്ദു പെൺകുട്ടിയുടെ, അപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കും അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്കും. അത് എൻ്റെ പോരായ്മയായിട്ട് എന്താ? ഞാൻ ഹിന്ദു ആയി ജനിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ മോള് ഹിന്ദു ആയതുകൊണ്ടാണോ? അതിങ്ങനെ എൻ്റെ പോരായ്മയായി മാറുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? അവർക്ക് കേട്ടണമെങ്കിൽ അവർ കേറ്റും. അത് എന്നെ കണ്ടിട്ടാണോ? അച്ഛനും അമ്മയും എന്റെ മോളായതുകൊണ്ടാണ് അവർ കേട്ടത്. അത് എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ അത് ആ സമയത്ത് തന്നെ പറഞ്ഞത് മതം മാറണമെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണെന്ന്. അതെങ്ങനെ എന്റെ പോരായ്മയാണ്? ഞാൻ അവരോട് മതം മാറണ്ടെന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരാളുടെ കാര്യം കഴിഞ്ഞ് ഇനി രണ്ടാമത് പറഞ്ഞത് കറക്റ്റ് അല്ലേ? അവര് ഈ കല്യാണം കഴിച്ചത് ഹിന്ദു ക്രിസ്ത്യനാണ്. ഇവര് ഈ പൊന്നു ഹിന്ദു ആള് ക്രിസ്ത്യനുമാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ഹസ്ബൻഡിന്റെ ഫാമിലി ക്രിസ്ത്യൻ മതത്തിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പൊന്നിനെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അതിപ്പോൾ കല്യാണം കഴിച്ചു എന്ന് കരുതി മതം മാറണോ മാറണ്ടയോ എന്നുള്ള പേഴ്സണൽ ഇഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് ഇവരുടെ ഫാമിലി കണ്ടിട്ടുണ്ടായിരുന്നു, ഇവർ നന്നായി അമ്പലത്തിൽ പോകുന്ന പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. ഗുരുവായൂരിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് പണ്ട് തൊട്ടേ ഇടുന്നതാണ്. പൊന്നൂന് ഇത് വളരെ പെട്ടെന്ന് ചെന്നിട്ട് മതം മാറാൻ ആഗ്രഹം ഉണ്ടാവില്ല. ചിലപ്പോൾ മേ ബി ഷെബി ലൈക്ക് പൊന്നൂൻ്റെ ഹസ്ബൻഡിന് പോലും അതിന് പേഴ്സണലി താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ വീട്ടുകാർ വന്ന് മതം മാറാൻ പറയുമ്പോഴേക്ക് ചിലപ്പോൾ അവർ ഓക്കെ ആയിരിക്കില്ല, മതം മാറാത്തതുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ടാവില്ല. അത് അത്രയേ ഉള്ളൂ. ഈവൻ ആളുടെ എനിക്ക് തോന്നുന്നു പൊന്നൂൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ മരിച്ച സമയത്ത് പോലും പുള്ളി അവിടെ ചെന്നില്ല, അറിയിച്ചില്ല, അങ്ങനെ എന്തോ ഒരു സാധനം ഇട്ടിരുന്നു. എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ഇവരെയൊക്കെ വീഡിയോസ് കാണുന്നതുകൊണ്ട് എനിക്കിതൊക്കെ അറിയാം. ഇതൊക്കെ ഇങ്ങനെ ഇവരുടെ സൈഡിലോട്ട് വരിക. ഫസ്റ്റ് പോയിന്റ് ഓഫ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. എന്നിവിടെ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് അൺഹാപ്പി ആവുന്നത്? ലൈക്ക് പൊന്നു ആണെങ്കിലും പൊന്നിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഒക്കെ സെറ്റിൽഡ് ആയിട്ടുള്ള ലൈഫ് കൂടിയാണ് പോകുന്നത്. അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഇപ്പോൾ ഈവൻ കല്യാണം കഴിച്ച വീഡിയോ കാണുന്ന സ്ത്രീകൾ എൻ്റെ വീഡിയോയിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 25% ഓഫ് ആൾക്കാർക്കായിരിക്കും മദർ ഇൻ ലോയും ഫാദർ ഇൻ ലോയും ആയിട്ട് നിൽക്കാൻ ആഗ്രഹം. ബാക്കി 75% ആൾക്കാർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കാനാണ്. കാരണം ഓരോരുത്തർക്കും അവരുടേതായ ലൈഫ് ഇഷ്ടങ്ങൾ, പ്രയോറിറ്റീസ് ഉണ്ട്. അതെല്ലാം ഹസ്ബൻഡിൻ്റെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നൗ ഐ തിങ്ക് ദേ ആർ ലീഡിങ് എ ഹാപ്പി പീസ്ഫുൾ ലൈഫ്, മ്യൂച്വലി ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട്. സോ ഹൗ ക്യാൻ ഇങ്ങനെ പറയാൻ പറ്റൂ ഇവർ?
ഇനി രണ്ടാമത്തെ കേൾക്കാം. രണ്ടാമത്തെ മോളനെ കയറ്റാത്ത അവർ തന്നെയല്ല കയറ്റിയത്. അവരാണ് ആദ്യം, നമ്മൾ സമയമാവണേക്കാൾ മുന്നേ അവരാണ് സ്വീകരിച്ചതും. ഇങ്ങനെ കാര്യത്തിൽ അവർ കയറ്റിയില്ലോ. ആദ്യം ഞങ്ങൾ പറഞ്ഞേക്കണമെങ്കിൽ മുന്നേ അവർ കയറ്റിയവരാണ്. അപ്പൊ എന്തായാലും കയറ്റാത്തതിന് വിഷമിക്കുക എങ്ങനെയാ തോന്നുന്നു? അവളതിനെ അവിടെയല്ലേ കയറി, അവള് ഇവിടുന്ന് പോയതിന് ശേഷം കയറിയത് അവൾ ആ വീട്ടിലല്ലേ. അപ്പൊ ഇങ്ങനെ അവർ സ്വീകരിക്കാൻ അവർ കയറേണ്ടാവണം. എന്താ ഉദ്ദേശിക്കുക അതാ മനസ്സിലാവാത്തത് ആ ഉദ്ദേശം. പിന്നെ അച്ഛൻ്റെ അമ്മയും ഞാനും തമ്മിൽ അച്ഛൻ്റെ അമ്മ ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടാണ് മിണ്ടാച്ചത്. ഞങ്ങൾ മിണ്ടാൻ ശ്രമിച്ചിട്ടില്ല, മിണ്ടോ ഇല്ലേന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല, ഞങ്ങൾ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് കാണണം, നമ്മള് സംസാരിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നിങ്ങൾ കാര്യമായിട്ട് സംസാരിച്ചില്ല. ഞങ്ങളായിട്ട് യാതൊരു ബന്ധം, ഞങ്ങൾ മിണ്ടണം അല്ലെങ്കിൽ അത് ഒത്തുതീർപ്പ് സംസാരിക്കണം ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല, ഞങ്ങൾ അതിന് നോക്കിയിട്ടുമില്ല. അപ്പൊ അത് തമ്മില് ഒക്കെ ഓരോ സമയം ഇപ്പൊ ഇല്ല. ഇപ്പോഴത്തെ കാര്യം ഇപ്പൊ നിങ്ങൾ ചോദിച്ചതിനുള്ള ഇപ്പോഴത്തെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അത് ഞങ്ങൾക്കൊരു പോരായികയായിട്ടോ എനിക്ക്. അപ്പൊ രണ്ടാമത്തെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരെ ഫസ്റ്റ് വീട്ടിൽ കയറ്റിയത് ഇവർ തന്നെയാണ്. പിന്നെ അതിന് ശേഷം മകനും ഭാര്യയും ഒരു സൈഡും അമ്മയും അച്ഛനും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി, അതിൻ്റെ ഭാഗമാണ് ഇവർ സെപ്പറേറ്റഡ്, അല്ലെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും Q&A വീഡിയോ ഇട്ട് കളിക്കുന്നതെങ്കിൽ അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ അവരുടെ സൈഡ് ഓഫ് കാര്യങ്ങളല്ലേ. ഇവരുടെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു. ഇപ്പോൾ ഇവർ മോണായി, ഇപ്പോൾ ഇവരുടെ കാര്യങ്ങൾ നോക്കുന്നു, മക്കൾ കാര്യങ്ങൾ നോക്കി പോകുന്നു. വെറുതെ എന്തിനും ഇല്ലാത്തൊരു തോന്നിവാസം പറയുന്നത്. ഒരച്ഛനും അമ്മയും ആഗ്രഹിക്കാൻ പോകുന്നില്ല സ്വന്തം മോള് കല്യാണം കഴിച്ചു പോയ വീട്ടിൽ അവളെ എല്ലാവരും ബാഡായി കാണണം, അവളെല്ലാവരും സെപ്പറേറ്റഡ് ആക്കണം, എൻ്റെ മോൾ എൻ്റെ കൂടെ. എല്ലാ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവും, എൻ്റെ മോൾ എൻ്റെ കൂടെ വന്ന് നിൽക്കണം, എൻ്റെ മോൻ എൻ്റെ കൂടെ വന്ന് നിൽക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവും. അത് മോളോടും മോനോടും ഇഷ്ടമാണ്. അതുകൊണ്ട് അവിടെ തെറ്റിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കി വരിക, അതൊക്കെ സീരിയലിൽ കാണുന്ന കുറേ കാര്യങ്ങളാണ്. അതൊന്നും വെച്ച് ലൈഫിനെ കാണാൻ നിൽക്കല്ലേ. എന്തൊക്കെയോ പ്രശ്നങ്ങൾ രണ്ട് കുടുംബവും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് കല്യാണം നടക്കാത്തത്. കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാനോ പ്രശ്നത്തിനോ പോയിട്ടില്ല. മേ ബി ഇവരുടെ സാമ്പത്തിക പ്രശ്നം, വീണ്ടും അതാണ് പറയുന്നത്, അതിൻ്റെ കാര്യമായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ചിൽഡ്രൻസ് ബൈ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനിടയിൽ തന്നെ എൻ്റെ സ്റ്റാഫ് ഡാനി എന്നെ വിളിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ആ കോളിൽ തിരിച്ച് വിളിച്ചില്ലെങ്കിൽ അവൾ പോകേണ്ട വഴിക്ക് പോകും. സോ ബൈ.